ലക്ഷ്മി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഇടിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആദ്യം വെളിച്ചെണ്ണയിൽ വേവിക്കുക. ഇതാണ് സവാള ഇത്രയും കട്ട് ചെയ്തത്. ചിക്കൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ മദ്യപിക്കാൻ വേണ്ടിയാണ് ഇത്. ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ പാൻ നന്നായിട്ട് ചൂടാവുക. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് ഇപ്പം കിട്ടിയതിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് പ്ലസ് ഒഴിക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഴമ്പ് രൂപത്തിലാക്കിയത് മിക്സ് ചെയ്യുക. ആദ്യം ഇഞ്ചി ഇടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം മാറി കിട്ടും. അതിന് വേണ്ടിയാണ് ആദ്യം ഇഞ്ചി നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിടുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ഇടുന്നു. നന്നായിട്ടത് ഇളക്കി ഇതിൻ്റെ ഭക്ഷണം മാറണം. മാറി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനകത്ത് സവാള വെച്ചു. അതുകൊണ്ട് ലേശം കുരുമുളക് ഇടുക. പിന്നീട് ചേർക്കുന്നതാണ് ഈ കുരുമുളക്. ഏകദേശം അതിൻ്റെ മണം മാറി മാറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ സവാള മിക്സ് ചെയ്യണം. ഷൂട്ടിംഗ് എത്ര ചിക്കൻ ഇതാണ് യൂട്യൂബിൽ ശുക്രം. ഇതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ സവാള മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് സവാള ഉണ്ട്. ഒരു റിയാലിന് സവാള കിട്ടി 1 കിലോ. ഒരുപാട് സവാള കിട്ടി. അത് കാരണം നമ്മൾ സവാള ഇച്ചിരി കൂടുതൽ അടിക്കാം. സവാള കൂടുതലിട്ട് ചോറും ചെറിയ മധുരം വരും, ടേസ്റ്റ് കൂടും. കുറച്ച്